ഹലോ, അപ്പുറത്തൊന്നും റൂമില്ല. ഇവിടെ റൂമെടുത്ത് പുറത്തെഴുതി വെച്ചിട്ടുണ്ടോ? ഞാൻ എഴുതാം. അത് വേണം നമ്പി. പോസ്റ്റൽ കോഡ് സ്ഥലവും പറഞ്ഞാൽ മതി. മരട് മുരടല്ല, മരട് എം എ. ഇതും വെച്ചോ. അല്ല, ഒരമ്മയും അച്ഛനും രണ്ട് കുഞ്ഞുങ്ങളും, ഭാര്യയ്ക്കും മക്കൾക്കും വിഷം കൊടുത്ത് ഭർത്താവ് ഈ കട്ടിലിനെ ഇളക്കി കിടത്തിയത്. ആ മുറിയില് പ്രേതനാൽമേട്, ആ മുറിയില് ആരെങ്കിലും ചത്തറുണ്ടോ? സൂയിസൈഡ്. മംഗളൂരു പത്മനാഭൻ കൊല്ലം റൂമെടുത്ത് 3.5 കൊല്ലം 2 കൊല്ലം 16 കൊല്ലം കളിച്ചിട്ടു. നമ്പർ 18 ഞങ്ങൾക്ക് ഉണ്ടാക്കുന്നത്. അപ്പടിയാ? അപ്പൊ അന്ന് റൂമിൽ വേറെ റൂം തന്നെ. ഡീലക്സും മോറിലേക്കൊന്നും ഇനി കുഴപ്പമില്ല. ഞാൻ എന്ത് ചോദ്യോടാ ചോദിച്ചത്? വന്നപ്പോഴുണ്ടായത് കുറച്ച് മച്ചവർത്താൻ പറഞ്ഞു. சும்மா கேட்டேன். உனக்கு ஹார்ட் ஆயிருந்தா சொல். வைஃபோடு கூட படு. പോയാ നോക്കണ്ട, അതിന് അത്യാവശ്യം പൈസ ഒക്കെ ഉണ്ട്. 34. ചൂണ്ടിടാട്ടാ, എത്ര കാലായി ഞാൻ മനോഹരേട്ട കണ്ടിട്ട് വഴിയൊക്കെ അത് വല്ലാത്ത അനുഭവം തന്നെ. അതുകൊണ്ട് ഇനിയും ഒരുപാട് പെൺകുട്ടികളെ ഈ അമ്മ കാണിച്ചേട മോനെ. സാരില്ലേ അവിടെ കൊച്ചച്ഛനും അങ്ങനെയൊക്കെയാണ്. മൂത്തായിട്ടും തന്നെയാവും. എന്തായിരുന്നു നാടകം? ഒന്നും പറയാനില്ല. സോമനോട് ഞാനൊരു വാക്ക് പറഞ്ഞാൽ മതി. ഓ, ഞാനും ചോറ് നല്ല ഉണ്ണുന്ന ഉള്ളം നല്ല നാവിന്നൊന്നും വീട് കിട്ടിയാ പിന്നെ ഈ താലിമാലൊന്ന് വേറെടുത്ത് തരുമോ? ആകെ കെട്ടുപിടഞ്ഞു പോയി.
പറയുന്നതാക്കാൻ നിനക്കറിയാലോ. ഒരു പീലിക്കാവ് എടുത്ത് പ്രതീക്ഷ, അത് വലിയ ടാസ്ക് ഒന്നുമല്ല. നീ കണ്ടിട്ടില്ലേ നീളുള്ള ഷൂലൊക്കെ കളയാൻ പോവാ. നിനക്ക് ഭ്രാന്ത? അതുകൊണ്ട് എന്നെ കൊണ്ട് കളയാൻ വന്നേ, പല പരിപാടിയുണ്ട്. ഞാൻ പറയത്തില്ല, 51 വയസ്സായിരുന്നു, ഇതുവരെ വഴിയിട്ടില്ല. കല്യാണം കഴിച്ചിട്ട് വഴിയിട്ടില്ല. നിന്റെ ആട്ടം പൈസ ഞാൻ നിൽക്കണം. ನಾನು ಕೂಟಿ ಬಂದು ಅಮ್ಮ ಆಗ ಪೇಡಿಸಿ ನಿನಗೆ അബദ്ധത്തിൽ കെട്ടിപ്പോകുന്നല്ലാതെ നിന്റെ കാര്യത്തിൽ എനിക്കൊരു ബാധ്യതയില്ല, താല്പര്യമില്ല. നീ ഇപ്പൊ കഴിച്ചാന്ന് വിചാരിക്കുന്ന ഇനിയും നിന്നെ കൊണ്ടക്കളെ. ഇപ്പൊ എങ്ങനെയുണ്ട് കേട്ടില്ല? 500 അല്ലേ എന്ന് എന്നോട് ചോദിക്കല്ലേ. ഉനക്കാக ഡീലക്സ് റൂമുക്ക് 1000 കുറച്ച് 4000 ആക്കി തരാം. ഓക്കെയാ? 26. അപ്പോ അവരെന്നെ ആക്കിയതാ. എനിക്ക് തോന്നിയതാ. നിന്റെ പല്ലുവേപ്പ് കുളിയുമെന്ന് കളിച്ചില്ല. അത് ഭദ്ര തോട്ടിലേക്ക് എടുത്തിട്ട് പോച്ച്. എന്റെ ശിവോട്ടോട് കാണിക്കണേ. ആ പാമ്പ് ഉപ്പ അവിടെ നിന്ന് പല്ലി നിൽക്കുക. വെറുതെ എന്തിനാ അതിനിങ്ങനെ വട്ടാക്കണേ? സാമി ഉനക്കെല്ലാം കുറവ്. யாருடையோ பிரார்த்தனையனுசரித்து என் அம்மாவுக்கும் அக்காவுக்கும் அக்கை என்றால் சேச்சி கஞ்சி குடிக்கிறதுக்கு ஒண்ணுமில்லை. பிச்சைக்கார குடும்பம். நான் படிக்கு போகும். இப்போ சுட்டு சோறு கண்டாலு சோறில் கை குத்தியாலு எனக்கு பைத்தியம் ஓர்ம வரும். என்னால உன்னை காப்பாற்ற முடியல. மன்னிக்கிறாங்க. போல
ബാക്കി നാട്ടിൽ ചെന്നിട്ട് இருக்கட்டும் உங்களுக்கு போகலாம் கேட்காம வழியில் விட்டு கொடுக்கவா வழியில் விட்டு കളയുവോന്ന് ഇനിയെ ഞാൻ കളഞ്ഞിട്ട് പോകും. ഇവളെ കളഞ്ഞാ പിന്നെ ഞാൻ എങ്ങനെയാ സ്വാമി? சரி நீ இங்கே வந்து இன்னைக்கு எத்தனை நாள் ஆச்சு? മാക്സിമം ഒരാഴ്ച. അതല്ല സ്വാമി പറയുന്നത് 26-നാണെങ്കിൽ കുഴപ്പമില്ല. 26 തമ്പി നീ ഇങ്ങ വന്നത് ഒരു ദിവസമാകാൻ ഇനിയും 5 മണിക്കൂർ കഴിയണം. எனக்கு பிராந்தில்ல എന്ന് நினைக்கிறவருக்கு தான் தம்பி பிராந்து. எல்லாம் நான் சொல்லித்தரேன். பாவுக்கார தைரியமாகவும் இது டீலக்ஸ் ரூம் தான். அங்கே இந்த மாதிரி சாதாரணமான மனிதனுடைய എനിക്ക് കിട്ടേണ്ടോ? ഞാൻ നിന്നെ കളയാൻ നോക്കി. ശുദ്ധബ്രാഹ്മണൻ. കല്യാണം കഴിഞ്ഞു വരുമ്പോ ഞാൻ കൊണ്ടുവന്നിരുന്നു. പിന്നെ ഇത് വാങ്ങിയില്ല. அக்கா மகளினே ஹாப்பி ஜர்னி. பெரியவரே, நம்ம இந்தியாவில ഏറ്റവും എഡ്യൂക്കേറ്റഡ് ആണ്, അപ്ഡേറ്റ് ആണ്, സിവിലൈസ്ഡ് ആണ്. இந்த மூட நம்பிக்கை அந்தவிசுவாசம் இல்லாத செக்குலர் ആണ്. மிகவும் முன்னேறிய மக்கள். யார் சொன்னது? அவர்களே சொல்கிறது. அப்படி சொல்லக்கூடாது. யாரையும் இந்த மாதிரி இன்சல்ட் பண்ணக்கூடாது. ஆமா இன்சல்ட் பண்ணலாம். எங்க இருந்த ஐடியா கிடைச்சது? நாட்டை ஆளும் நம்ம அதிகாரிகளில் இருந்து ஒண்ணு இருக்கிறது என்று மக்களை நம்பிக்கிறதுக்கு அதிகாரிகளால் சாத்தியம் தானே. இங்கே சாதாரண மக்களுக்கு சாதந்திரம், சமத்துவம், டெமோக்ரசி இப்படிப்பட்ட இல்லாத பலதும் இருக்கு என்று 144 கோடி மக்களை நம்பிக்கிறதுக்கு அவரால் ஈஸியா சாதிக்கிறது இல்லையா? அதோட ஈஸி அல்ல, அதில் ஒரு சிபுவினை கொண்டு அந்த அசம்பந்தத்தில் இருந்து சின்ன சின்ன சந்தோஷங்களையும் കണ്ണുക്കുള്ള കണ്ണാടി കാണുന്ന പോ എൻ നെഞ്ചുക്കുള്ള ചില്ലും ചില്ലും പാടുന്നു നീ എന്നോർമ്മയെ നിന്നോർമ്മയെ ഓർക്കുന്ന പോ എൻ നിലവുകൾ നീയായി എൻ മനസ്സിലെ മരുതാരി കണ്ണുക്കുള്ള കണ്ണാടി കാണുന്ന പോ നേരം നല്ല നേരമോ കാലം
നാടകോത്സവം ഇവിടെ പൂർണ്ണമാവുകയാണ് അറിയിക്കുന്നു. ഒപ്പം തന്നെ കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഞങ്ങളുടെ നാടകം